നമസ്കാരം. അമ്മയാണോ ഭാര്യയാണോ? ചോദ്യം അതാണ്. നമുക്കറിയാം, ജീവിതത്തിൽ നമ്മുടെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തി ഇത്ര വലിപ്പമൊക്കെ ആക്കിയിട്ട് നമ്മളൊരു മെച്യൂരിറ്റി ആയി നമ്മൾ അതിനകത്ത് പോന്നപ്പോൾ നമ്മളൊരു കല്യാണം കഴിച്ച ഭാര്യയെ, ആ ഭാര്യയാണോ അല്ലെങ്കിൽ അമ്മയാണോ ജീവിതത്തിലും ഏറ്റവും വലുത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രശ്നങ്ങളിലും നമ്മളെ കൂടെ ഒരുമിച്ച് നിന്ന് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും ഈ പ്രായത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഭാര്യയാണോ നമുക്ക് ഏറ്റവും വലുത് എന്നുള്ളതാണ് ചോദ്യം. അല്ലേ? എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു വാക്കാണിത്. എൻ്റെ അമ്മയല്ലേ, ഇതെൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ കൺഫ്യൂഷനാണ് നമുക്ക് എപ്പോഴും. അപ്പോഴേ നമ്മൾ എന്താ ചെയ്യാൻ? നമ്മുടെ അമ്മയോ ഭാര്യയോ അല്ലേ? നല്ലൊരു ചോദ്യമാണ്. അമ്മയും ഭാര്യയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകളൊക്കെ ആകുമ്പോഴേ രണ്ടുപേരും ഒരുപോലെ മാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് വലിയൊരു പ്രശ്നമാണ്. എന്നാൽ ഓരോരുത്തരും താല്പര്യങ്ങളുടെ മാനസിക ആവശ്യങ്ങളൊക്കെ നമുക്ക് വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് വേറെ അമ്മയ്ക്ക് വേറെയുമാണ്. ഇതിൻ്റെയൊക്കെ പ്രയോറിറ്റികളിൽ നമുക്ക് വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ബാലൻസ് കണ്ടെത്തുന്നതിന് ചിലപ്പോഴും നമുക്ക് വലിയ വെല്ലുവിളികളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന വെല്ലുവിളികളൊക്കെ എങ്ങനെയാണെന്ന് അറിയാം. ഇതിന് ചില മാർഗങ്ങളൊക്കെ ഉണ്ട് സൈക്കോളജിയിൽ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓരോരുത്തരും അവരുടെ സ്ഥാനം എന്താണ് എന്നുള്ളത്, അവരെ ഭാര്യയ്ക്കുള്ള സ്ഥാനം ഭാര്യയ്ക്കും അമ്മയ്ക്കുള്ള സ്ഥാനം അമ്മയ്ക്കും എന്താണ് ജീവിതത്തിൽ എന്ന കുടുംബത്തിൽ നമ്മുടെ ആദ്യം സ്ഥാനങ്ങൾ എവിടെയാണ് എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അമ്മ എന്ന് പറയുമ്പോഴും ഉമ്മ എന്ന് പറയുമ്പോഴേ ജീവിതത്തിലെ പ്രാഥമിക അധ്യാപികയാണ് നമ്മുടെ. ഓരോ അനുഭവങ്ങൾക്കും സ്നേഹങ്ങൾക്കും മാന്യമായ ആദരവും മാന്യമായ ബഹുമാനവും ഒക്കെ നൽകണമെന്ന് നമ്മുടെ ഭാര്യയോടും പറയണം, നമ്മളും നൽകണം, മക്കളൊക്കെ നൽകണം, മക്കളോടും പറയണം എന്നുള്ളതാണ്. ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത പങ്കാളിയാണ്. ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്യുന്നത് നമ്മുടെ മെച്ചുവേർഡായി കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മയെക്കാളും നമ്മളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന, നമ്മളോട് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ അടുത്ത പങ്കാളി എന്ന് പറയുന്നതാണ് അവർ. അതുകൊണ്ട് ആ സ്നേഹവും വിശ്വാസവും ഒക്കെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ രണ്ടുപേർക്കും അവരുടെ വ്യക്തിപരമായ സ്ഥാനവും അതുപോലെ തന്നെ അവരുടെ സ്ഥാനം എന്താണെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. വേറൊന്ന് കാര്യം, ഇവരുടെ സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, മിങ്കിളിങ്ങുള്ള സമയത്തിലൊക്കെ നീതിപൂർവ്വമായി നമ്മൾ വിഭജിച്ചു തീർക്കുക എന്നുള്ളതാണ്. അമ്മയെ കാണാൻ പോകുന്ന സമയത്ത് അമ്മയെ കാണുക, അമ്മയെ അടുത്തിരിക്കേണ്ട സമയത്ത് അമ്മയെ അടുത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഒന്നിനെയും അവഗണിക്കാതിരിക്കുന്നതിനുവേണ്ടി സമതുലിതമായ സമീപനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് അമ്മയുടെ സമയത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാര്യയും ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് അവർക്ക് നമ്മളടുത്ത് സേഫാണ്, അവരാണ് നമ്മൾക്കെല്ലാം, അവർ നമ്മളടുത്ത് സെക്യൂറാണ് എന്നവരെ ബോധിപ്പിക്കുന്ന രീതിയിൽ അത് തന്നെയാണ് കേട്ടോ. ആ രീതിയിൽ നമുക്ക് പെരുമാറാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സന്തോഷപരമായ ബന്ധങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അമ്മയ്ക്കും ഭാര്യയ്ക്കും തമ്മിൽ ഇണങ്ങാനുള്ള കൂടുതൽ മിങ്കിലുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സ്നേഹത്തിൻ്റെ ഭാഷകൾ അവരോട് സംസാരിക്കുക, സ്നേഹത്തിൻ്റെ സംസാരങ്ങൾ അവരോട്, സൗന്ദര്യമുള്ള വാക്കുകളൊക്കെ അമ്മയോടും ഭാര്യയോടും സംസാരിക്കുക എന്നുള്ളതാണ്. ഭാര്യയുടെ ബഹുമാനം അവരുടെ മുന്നിൽ നിങ്ങൾ കളയാതിരിക്കുക, അമ്മയുടെ റെസ്പെക്റ്റ് ഭാര്യയുടെ മുന്നിൽ നമ്മൾ കളയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പരസ്പര ബഹുമാനവും സ്നേഹവും വളർത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഈ വീട്ടിൽ നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വേറൊരു കാര്യം പറയാനുള്ളത്, അമ്മയോടും ഭാര്യയോടും എപ്പോഴും നിങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ചില നിർണായക വിഷയങ്ങളിലൊക്കെ നിലപാടുകൾ എടുക്കുമ്പോഴേ അവരോടൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അമ്മ അറിയാത്ത കാര്യങ്ങളൊക്കെ ഭാര്യയോട് പറയാനും ഭാര്യ അറിയാത്ത കാര്യങ്ങൾ അമ്മയോട് പറയാനൊക്കെ ഉണ്ടാകും. നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഉചിതമായ തീരുമാനങ്ങൾ, നല്ലത് എന്താണെന്ന് ആലോചിച്ചതിന് ശേഷം അത് നിങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന, പിന്നീട് അവരറിയുമ്പോൾ വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുകയും അത് പിന്നീട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. അമ്മ ഇത് ഭാര്യ ഒന്നും അറിയണ്ട, എന്തായാലും ഇത് തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയുക, അത് അവിടെ നിൽക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് അവിടെ ഒരു സന്തുലിതാവസ്ഥയുടെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റു തർക്കങ്ങളിലുള്ള അവഹേളനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. തർക്കങ്ങളൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നമുക്കുണ്ടാവുക. നീതിപൂർവമായ സമീപനങ്ങളൊക്കെ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കുന്നത്. ഒരു ഭാഗത്ത് നിൽക്കാതെ ചിലപ്പോൾ നീതി അപ്പുറത്തായിരിക്കും, ചിലപ്പോൾ ന്യായം അപ്പുറത്തായിരിക്കാം. ഈ രീതിയിലൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ഭാഗത്ത് തന്നെ നിൽക്കാതെ ഈ ഒരു സന്തുലിതാവസ്ഥ നമ്മൾ എപ്പോഴും ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊരു തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. രണ്ടുപേരോടും ആ സമയത്ത് മൗനം ഭാവിച്ചുകൊണ്ട് തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് അമ്മയുടെയോ ഭാര്യയുടെയോ എതിർവശം പിടിക്കാതെ പ്രശ്നങ്ങൾ നിവർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പരിശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇതിൽ വേറെ ഒന്നിൽ ആത്മാർത്ഥ സ്നേഹവും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇരുവശവും സന്തോഷപൂർവമായ ജീവിതങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മാർത്ഥമായ പ്രവർത്തനശേഷിയും ഈ സമവായം സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അമ്മയ്ക്കും ഭാര്യയ്ക്കും തമ്മിലുള്ള ബന്ധങ്ങളിൽ പലപ്പോഴും നമുക്ക് അതിലുള്ളൊരു ബോണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ജീവിതം സന്തോഷമായിക്കൊണ്ട് തന്നെ
മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും അമ്മയും ഭാര്യയും രണ്ട് തട്ടിലാണെങ്കിലും രണ്ട് രീതിയിലാണ് നമ്മൾ കാണുന്നതെങ്കിലും അവർ രണ്ടുപേർക്ക് കൊടുക്കേണ്ട സ്ഥാനം കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് നീതിപൂർവമായ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. നന്ദി.